കാക്ക, ഈയാണ് എന്റെ മനസ്സിൽ കമന്ററി എന്നുള്ള സ്വപ്നം കൊണ്ടിട്ടത്. എന്നിട്ടിപ്പോ ഇത് വേണ്ട, ഈ മതിയാക്കിക്കൊന്ന് പറയാ. എന്നാ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് അറിയാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ആണ്. 1 ലാസ്റ്റ് ചാൻസ്. ഈ ചാൻസ് എനിക്ക് വേണം. ഇപ്പൊ IFL നിന്ന് വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ചെല്ലട്ടെ, എന്നിട്ട് വരാൻ വീട്ടിൽ. ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് 3 മണിക്ക്. എന്തിനാന്നറിയില്ല. എന്നിട്ട് വരാൻ വീട്ടിൽ. അറിയില്ല സിക്ക. ഓളെ ജീവിതാണ്. ഓള് പോയിട്ട് വരട്ടെ. പോയിട്ട് പാടി മുത്തല്ലേ. ഈ ഗ്ലാസ് കിട്ടും. ഇത് ഞാൻ എടുക്കുക. മണി 1 ഓൾ എങ്ങനെ എത്തും? കുഴപ്പമില്ല മാം, താങ്ക് യു. എന്നെ പോലൊരു പെണ്ണിന് അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും എത്താൻ പറ്റിയ വലിയ കാര്യമാണ്. ഇന്ത്യയിൽ തന്നെ വലിയ ഫുട്ബോൾ പോരാട്ടം നടക്കുന്നിടത്ത് ഞങ്ങളൊക്കെ എൻ്റെ കമൻട്രിയെ പറ്റി ഡിസ്കസ് ചെയ്തല്ലോ. സന്തോഷമുണ്ട്. പിന്നെ ഈ ക്രൈറ്റീരിയയുടെ മതിലൊക്കെ ഒരു സമയം പൊളിയും. അതിലും വലിയ മതിൽ പൊളിച്ച പന്ത് അത്. I'm sorry, ഫാത്തിമ. ഓക്കെ സർ, താങ്ക് യു. മഴവിൽക്കേ ആ ഷൈജു ഒക്കെ പറയുന്ന കേട്ട് ചുമ്മാ അങ്ങ് കാച്ചേക്കുവാ. അല്ലാതെ പാത്തുമ്മക്ക് എന്ത് മഴവിൽക്ക്. അതെന്നാ നടന്ന മത്സരമാണെന്ന് അറിയോ നിങ്ങൾക്ക്? എന്തുകൊണ്ടാണ് ആ ഗോൾ എല്ലാവരും ഞെട്ടിക്കണമെന്ന് അറിയോ? 1997 ഫ്രാൻസും ബ്രസീലും തമ്മിൽ നടന്ന കളിയത്. ആ ഗോൾ, ആ മഴവിൽ കിക്ക്, ആ ബനാന കിക്ക്, അത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനെ വരെ തോൽപ്പിച്ച ഗോളാ. ന്യൂട്ടൺ പറഞ്ഞത് വെച്ച് ഒരു വസ്തുവിൽ ബലം അപ്ലൈ ചെയ്യുന്നവരെ ആ വസ്തുവിന്റെ ദിശ മാറൂല. പക്ഷെ റോബർട്ടോയുടെ ഗോൾ അതും അറിയിടുന്നു. എങ്ങനെയാണെന്നറിയോ? ആ ബോൾ അങ്ങോട്ട് കറങ്ങി പോകുമ്പോൾ അതിന്റെ ഒരു സൈഡ് ലെയർ അത് കറങ്ങുന്നതിനനുസരിച്ച് എതിരെ വരും. ദാറ്റ് ക്രിയേറ്റ്സ് എ ഹൈ പ്രഷർ സ്പേസ്. ഓപ്പോസിറ്റ് സൈഡ് ലെയറോ അത് ബോൾ കറങ്ങുന്ന അതേ ഡിറക്ഷനിൽ തന്നെ തിരിയും. ദാറ്റ് ക്രിയേറ്റ്സ് എ ലോ പ്രഷർ സ്പേസ്. അതുകൊണ്ടാണ് ആ ബോൾ മഴവെയിൽ പോലെ ബെൻഡ് ആവുന്നത്. ഇറ്റ്സ് കോൾഡ് എ മാഗ്നസ് എഫക്ട്. ഇതും കണ്ടുപിടിച്ച ന്യൂട്ടൺ തന്നെയാണ്. പിന്നെ അതത്ര എളുപ്പമൊന്നുമില്ല. ബോളിന്റെ ലോവർ റൈറ്റ് കോർണറിൽ കിക്ക് എടുക്കണം. വേഗം, ഉയരം, ആംഗിൾ എല്ലാം കൃത്യമായിരിക്കണം. പിന്നെ ഇതൊക്കെ കുറെ കൂടെ അറിയണമെങ്കിലേ ചെറുപ്പത്തിലേലും ഫുട്ബോൾ കളിക്കണം. കതിറിട്ട വെട്ടണമല്ല സാറേ, ജേഴ്സി ഇടണം. സോറി ഫാത്തിമ, 1 സെക്കൻഡ്. കോമന്ററി റൂമിൽ ഈ നൈറ്റ് ഡ്രസ് ഇട്ട് വരുന്നത് കാണാൻ അത്ര ഭംഗിയല്ല. നാളെ വരുമ്പോൾ ഈ നൈറ്റ് ഡ്രസ് വേണ്ട. മുംബൈ കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചാണ് നാളെ. ഗ്രൗണ്ടിൽ ഗാലറി എല്ലാം നിൽക്കാനുണ്ട്. ലോകം മുഴുവൻ ഇരുന്ന് TV കാണുന്ന മലയാളികൾ വന്നിട്ട് ഗാലറി. ഫാത്തിമ, നിന്റെ ശബ്ദം ഈ ലോകം കേൾക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.